രുചിയോ ഗുണമോ ഒട്ടും കുറയാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറായും കഴിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അതുപോലെ ചെറിയൊരു സബോള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത് എന്നിവയിട്ട് മൂപ്പിക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് ഇളക്കി മാറ്റി വെക്കുക. ഇങ്ങനെ വഴറ്റുന്നതിന് പകരം വഴറ്റാതെയും വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ വഴറ്റി ഉണ്ടാക്കുമ്പോൾ വേറൊരു രുചിയാണ് ഇതിന്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കുക. ബാറ്റർ കൂടുതൽ ടൈറ്റ് ആകുകയോ ലൂസ് ആകുകയോ ചെയ്യരുത്. ഇനി ഇങ്ങനെ കലക്കിയ ബാറ്ററിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ച മസാലക്കൂട്ട് ഇടുക. കൂടെ കുറച്ച് അരിഞ്ഞ മല്ലിയിലയും എല്ലാം കൂടെ നന്നായി ഇളക്കുക. ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയായി. ഇനിയും ചൂടായ ഒരു പാനിലേക്ക് മാവ് കോരി ഒഴിക്കുക. ഒത്തിരി കട്ടി കൂടരുത്. എത്രയും കട്ടി കുറച്ചുണ്ടാക്കാമോ അത്രയും നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് എള്ള് വിതറുക. ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുക, മറിച്ചിടുക. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് മസാല ദോശ റെഡിയായി. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ വളരെ രുചികരവും പോഷകഗുണങ്ങൾ നിറഞ്ഞതുമാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാവുന്ന ഈ ദോശ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.